ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ഇന്നപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് വാട്ട് ഐ ഓർഡേഡ് വേഴ്സസ് വാട്ട് ഐ ഗെറ്റ്. അതായത് നമ്മൾ മീഷോന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്നൊക്കെ ഡ്രസ്സുകൾ മെയിനായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഫോട്ടോയിൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ നമ്മൾ ഇട്ട് കാണുമ്പോൾ അത്ര ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഡ്രസ്സുകളുടെ ഫോട്ടോയും അതേപോലെ തന്നെ അത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നും ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ ചെറുക്കുന്ന ചാനൽ അധികം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുക. നമുക്ക് ആ വീഡിയോയിൽ പോകാം. ഇത് നമ്മുടെ HR നമ്മുടെ ഹൃതിക് റോഷൻ്റെ ആണ്. ഹൃതിക് റോഷൻ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും നമ്മളുടെ മിക്കവാറും കുറേ പേര് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചേക്കുന്നത്. ഹൃതിക് റോഷൻ നല്ല മസിലും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ലുക്കായിരിക്കും. നമ്മളിടുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ഒന്ന് മസ്കുലാറായിരുന്നെങ്കിൽ കുറച്ചും കൂടി ലുക്ക് കൂടിയേനെ. അത്രയുള്ളൂ. എല്ലാ ഡ്രസ്സിനും അതെ, കുറച്ചും കൂടിയും ഒരു ബൾക്ക് മസ്കുലാർ ലുക്കാണെങ്കിൽ കുറച്ചും കൂടിയും അടിപൊളിയായിരിക്കും തോന്നും. അല്ലെങ്കിൽ കുറച്ച് തടി കുറഞ്ഞ് വയ്ക്കണമെങ്കിൽ ബാഗി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടീഷർട്ട്. ഇതൊരു 5 സ്ലീവ് ടീഷർട്ടാണ്. അതിന് വലിയ കുഴപ്പമില്ല. ഇങ്ങനെ മേത്തിങ്ങനെ ഒലിച്ച് കിടക്കുന്ന പോലത്തെ അങ്ങനത്തെ മെറ്റീരിയലാണ്. ബാക്കിലാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഇവിടെയും ചെറിയ പ്രിൻ്റ് ഉണ്ട്. ഇതിങ്ങനെ കൈയിൻ്റെ ഇവിടെ വരെയുള്ള 5 സ്ലീവ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഫോട്ടോയിൽ കണ്ടത് ഇങ്ങനെയാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇടാൻ നല്ല സുഖമാണ്. ഭയങ്കര ലൈറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊക്കെ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വാങ്ങിച്ചതാണിത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കിയാക്കാം. അപ്പോൾ ഈ ഷർട്ട് നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മമ്മൂക്ക് ഇട്ടിരുന്ന ഷർട്ടാണ്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. മമ്മൂക്ക് ഇട്ടേക്കണ ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ തപ്പിയെടുത്ത് വാങ്ങിച്ചതാണിത്. കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും അതെ, കൈ ഇവിടം വരെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു ഷർട്ടാണ് വാങ്ങിച്ചതിൽ. അത്യാവശ്യം അടിപൊളിയാണ് ഡിസൈനും സംഭവങ്ങളൊക്കെ. ബാക്ക് പ്ലെയിനാണ്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഏകദേശം ആ ലുക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ ലുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷർട്ടാണിത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജാക്കറ്റാണ്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കുറച്ച് തടിയുള്ള ഒരാളിട്ട പോലത്തെ ഫോട്ടോ ആണ്. എനിക്ക് പക്ഷേ കൊള്ളാം. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. തടി ഉള്ള ആളാണെങ്കിലും തടി കുറവാണെങ്കിലും ജാക്കറ്റ് ഇട്ടാൽ അത്യാവശ്യം ഒരു ബൾക്കി ഫീൽ കിട്ടും. നല്ല സംഭവമാണിത്. ഇത് മീഷോ എന്നാണ്ട് വാങ്ങിച്ചാണ്. 450 രൂപയ്ക്ക്. പക്ഷേ ക്വാളിറ്റി രക്ഷയില്ല. നല്ല കിട്ടില്ല ക്വാളിറ്റി. നല്ല അടിപൊളി മെറ്റീരിയലും. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീഷോ എന്ന് വാങ്ങിച്ച കുറേ പ്രൊഡക്ട്സുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സുകളിൽ ഒരെണ്ണാണിത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയുന്നത്. ഇതൊരു കുർത്തയാണ്. ഫോട്ടോയിൽ അത്യാവശ്യം നല്ലൊരു മസ്കുലർ ആളിട്ടേക്കുന്ന ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. നമ്മളിട്ട് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും. കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ട്. നല്ല ഒരു ഇങ്ങനെ ഭയങ്കര പേപ്പർ പോലത്തെ ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക്. കൈയൊക്കെ വേണമെങ്കിൽ മടക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഫുള്ളാക്കി വയ്ക്കാം. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ പോലത്തെ ആ ഒരു ഔട്ട്ഫിറ്റൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ റോസാപ്പൂവൊക്കെ ഒട്ടിച്ചാൽ. അപ്പോൾ എന്തായാലും ഇത് കൊള്ളാം. ഇത് അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്തായിട്ട് നോക്കാം. ഇത് നമ്മുടെ അല്ലോദിന് ഇട്ടേക്കുന്ന ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലോദിന് ഇടുമ്പോൾ അതേപോലെ ഇരിക്കും. ഞാൻ ഇട്ടാൽ ഇതേപോലെ ഇരിക്കും. ഇതിൻ്റെ കൂടെ കൂളിംഗ് ഗ്ലാസും സംഭവങ്ങളൊക്കെ വയ്ക്കുന്നതാണ് അല്ലോദിൻ്റെ ആ ഒരു ലുക്കിലുള്ളത്. അപ്പോൾ ഇതും അതായത് പോളിസ്റ്റർ ടൈപ്പ് മെറ്റീരിയലാണ്. ഇതും കൊള്ളാം. പിന്നെ വേറെ കുറേ ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ കുറച്ച് ബൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് മസ്കുലാറാണെങ്കിൽ ഒരുവിധം ഏത് ഷർട്ട് ഇട്ടാലും ടീഷർട്ട് ഇട്ടാലും നല്ല രസമുണ്ടാവും കാണാൻ. അതാണ് മിക്കവാറും എല്ലാ വെബ്സൈറ്റുകളിലും നിങ്ങൾ ഡ്രസ്സിൻ്റെ ഇത് നോക്കിയാൽ മിക്കവാറും എല്ലാത്തിലും കുറച്ച് മസ്കുലർ ആൾക്കാരുടെ ഫോട്ടോ ആയിരിക്കും കൊടുത്തേക്കുന്നത് ആ ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടതിൻ്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി രസമുണ്ടാവും കാണാൻ. ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. കുറച്ച് കളയുമ്പോൾ മസ്കുലർ ബൾക്കാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും അത്രത്തോളം ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.